പവർഫുള്ളായ നല്ല താഴ്മയുള്ള ആളുകളെ. കാരണം നമ്മളെ കേരളത്തിൽ നിന്ന് ഇപ്പൊ ആകെ കയറിയതാരാ? എപ്പിസ്റ്റോം വലിത്തുരുത്തങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ ഇത് അത്യാവശ്യം താഴ്മയുള്ള ആളുകൾക്ക് കയറാനുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് ഉയർത്തിയിട്ട് ഒരു ഏണി വെച്ചതാണെന്ന് പറയപ്പെടുന്നു. ഈ കാണുന്നതാണ് കഅബത്തിന്റെ തറ. അതായത് ഷാദിർവാൻ എന്ന പേരുള്ള കഅബത്തിന്റെ തറ. ഈ കഅബത്തിന്റെ തറയുടെ പ്രത്യേകത, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചിറകിട്ടടിച്ചപ്പോ 7000-ഓളം അടി താഴ്ന്നു പോയിട്ടുണ്ടായ തറയാണ് ഈ ഷാദർവാൻ എന്നത്. ഇനി ഈ കാണുന്നതാണ് ലിഫ്റ്റ് എന്ന് പറഞ്ഞാല് ഇബ്രാഹിം മക്കാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കഅബ പുനർനിർമ്മിക്കുമ്പോൾ ഈ മേലോട്ടേക്ക് ഇങ്ങനെ പടുത്ത് വരികയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇങ്ങനെ പടുത്ത് വരുമ്പോൾ മേലോട്ടേക്ക് കയറാൻ സൗകര്യമില്ല. താഴെ നിന്ന് തൻ്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാം കല്ല് മേലോട്ടേക്ക് എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ എടുത്തു കൊടുത്താൽ ഇങ്ങനെ കല്ല് വാങ്ങിയിട്ട് ഇങ്ങനെ പൊന്താൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ത് ചെയ്തു? അള്ളാഹു തആല സ്വർഗത്തിൽ നിന്നൊരു കല്ലങ്ങ് ഇറക്കി കൊടുത്തിട്ട് പറഞ്ഞു, അതിന്റെ മേലെ കയറി നിന്നോളി എന്ന് പറഞ്ഞു. ഇബ്രാഹിം നബി കയറി നിൽക്കും, കല്ല് പൊന്തും. താഴ്ന്ന് കല്ല് ഇസ്മായിൽ നബിയുടെ അടുത്ത് വാങ്ങും, കല്ല് തനിയാലെ പൊന്തും. കല്ല് ഇങ്ങോട്ട് നീങ്ങി കൊടുക്കും, ഇബ്രാഹിം നബി വെക്കും. കല്ല് താഴും, കല്ല് മോൻ കൊടുക്കും, പൊന്തും, വാങ്ങും. അങ്ങനെ ലിഫ്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഈ ഇബ്രാഹിം നബി മഖാമിന്റെ പിന്നിൽ നിന്നിട്ടാണ് ത്വാഫിന്റെ സുന്നത്ത് നിസ്കാരമൊക്കെ നമ്മൾ നിസ്കരിക്കേണ്ടത്. വളരെ പവിത്രമാക്കപ്പെട്ട ഈ രണ്ട് കല്ലുകളെ പറ്റിയാണ് അള്ളാഹു മഹാന്മാരെ എഴുതി വെച്ചത്. യാഖൂത്തും മിൻ യവാഖീത്തിൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള രണ്ട് കല്ലുകൾ, രണ്ട് യാഖൂത്തുകൾ. ഇനി നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇബ്രാഹിം മഖാം നമ്മൾ പറഞ്ഞു. ഈ ഭാഗം റുക്നുൽ ഇറാഖുകളുടെ റുക്ന്, ഇത് പറഞ്ഞു. ഇനി ഇത് വരുമ്പോൾ ഈ ഭാഗമാണ് ഹിജർ ഇസ്മായിൽ. ഇതിന് വലിയൊരു ചരിത്രം പറയാനുണ്ട്. നമുക്കൊന്ന് ബ്രീഫായിട്ടൊന്ന് ചുരുക്കി നോക്കാം. എന്താണ് ഹിജർ ഇസ്മായിൽ എന്നത്? കഅബയുടെ ഉള്ളിൽപ്പെട്ട ഭാഗമാണ്, അതായത് കഅബയിൽപ്പെട്ട ഭാഗമാണ്. ഖുറൈശികള് കഅബ പുനർനിർമ്മിക്കുന്ന സമയത്ത് ഹലാലായ പണം, അതായത് ഖുറൈശികൾക്ക് പോലും കഅബ എന്നതിനോട് അത്രയും ബഹുമാനം ഉണ്ടായിരുന്നു. ഹലാലായ പണമല്ലാതെ ഹറാമായ പണം ഉപയോഗിച്ചിട്ട് കഅബ ഉണ്ടാക്കേണ്ടത് അവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർ ഹലാലായ പണം ഇല്ല. അതുകൊണ്ട് പോലെ എന്തായി, ഇത്ര പടുത്തിട്ട് ബാക്കി കണ്ട് നിർത്തിവെച്ചു. ഈ ഹിജർ ഇസ്മായിൽ എന്നത് കഅബന്റെ ഉള്ളിൽ പെട്ടതാണ്. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കുന്നത്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരു ദിവസം ഇങ്ങനെ നിസ്കരിച്ചിട്ട് ഒരു നിസ്കാരത്തിൽ ഒരു ഖത്മ് ഓതി തീർത്തിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കൈ നീട്ടിയിട്ട് സ്വർഗത്തിന് വേണ്ടി ഇങ്ങനെ ദുആ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേക്ക് ഇങ്ങനെ തട്ടുകയാണ്. എന്തിനാ നിങ്ങൾ സ്വർഗത്തിൽ ദ്വാരക്കണമെന്ന് ചോദിച്ചു. സ്വർഗത്തിൽ നിന്നുകൊണ്ടാണോ സ്വർഗത്തിന് വേണ്ടി ചോദിക്കണമെന്ന് ചോദിച്ചു. അതായത് ഭൂമിയിലെ സ്വർഗമാണ് ഹിജർ ഇസ്മായിലും കഅബയ്ക്കും ഇടയിലുള്ള സ്ഥലം. അതിനിടയിൽ വേറൊരു ചെറിയ സ്ഥലം, അത്രയും പ്രധാനപ്പെട്ട സ്ഥലം ചെറുതായിട്ട് മറന്നു. ഹിജർ ഇസ്മായിൽ മുതൽ കഅബയുടെ വാതിലിനിടെയുള്ള സ്ഥലം അൽ മുൽത്തസം, ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ദുആകൾക്കും ഉത്തരം ലഭിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല സ്വഹാബിമാരെയും അവിടെ നിർത്തി ദുആ ചെയ്യിപ്പിച്ച സ്ഥലമാണ്. അത് ഈ സ്ഥലം പറഞ്ഞപ്പോൾ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ഹിജർ ഇസ്മായിൽ ഈ കാണുന്നതാണ്. അപ്പോൾ ഇനി നമ്മളിങ്ങനെ പരിചയപ്പെട്ട് വരുമ്പോൾ ഈ ഭാഗം നമ്മൾ പറഞ്ഞു റുക്കുനു ഷാമികളുടെ റുക്കുൻ. ഇനി മീസാബ്, കഅബയുടെ സ്വർണ്ണപ്പാത്തി, വെള്ളം താഴേക്ക് വരുന്ന മീസാബ് എന്ന സ്വർണ്ണപ്പാത്തി. ഇതിന്റെ താഴെ നിസ്കരിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട, വളരെ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. പിന്നെ ഹിജർ ഇസ്മായിലിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഷർത്തുകൾ പറയുമ്പോൾ ഇങ്ങനെ വരുന്നതാണ് നല്ലത്. ഇനി റുക്കുനുൽ യമാനിലേക്ക് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. റുക്കുനുൽ യമാനി ഇവിടെ നമ്മൾ തുടങ്ങി പരിചയപ്പെടുത്തൽ, റുക്കുനുൽ യമാനിലേക്ക് നമ്മൾ തിരിച്ചെത്തി. ഇൻഷാ അല്ലാഹ് ഇനി ഷർത്തുകളിലേക്കാണ് പോകുന്നത്. 7 ഷർത്തുകൾ ഇൻഷാ അല്ലാഹ്. ത്വവാഫിന്റെ 7 ഷർത്തുകൾ. ഒന്നാമത്തത്, ഏത് ത്വവാഫാണെന്ന് തഅയീൻ ചെയ്യുക. വിദായിന്റെ ത്വവാഫാണെങ്കിൽ അത്, ഹജ്ജിന്റെ ത്വവാഫാണെങ്കിൽ അത്, ഉംറയുടെ ത്വവാഫാണെങ്കിൽ അത്, സുന്നത്തിന്റെ ത്വവാഫാണെങ്കിൽ അത്, ഉദൂമിന്റെ ത്വവാഫാണെങ്കിൽ അത്. അങ്ങനെ ത്വവാഫിന്റെ ഏത് ത്വവാഫാണെന്ന് തഅയീൻ ചെയ്യുക. രണ്ടാമത്തത്, ഔറത്ത് മറക്കുക. ത്വവാഫിലുള്ള പുരുഷന്റെ ഔറത്തും സ്ത്രീയുടെ ഔറത്തും നിസ്കാരത്തിന്റെ ഔറത്താണ്. ഹിജാബ് ഇട്ടുകൊണ്ട് ഒരു സ്ത്രീക്ക് ത്വവാഫ് ചെയ്യാൻ പറ്റില്ല. ഒരു സ്ത്രീയുടെ മുടിയുടെ ഒരു മുടി പുറത്തേക്ക് കണ്ടാൽ ത്വാഫ് സഹിയാവൂല. വയറുള്ള ആളുകളുണ്ടാവല്ലോ, കുമ്പുള്ള ആളുകൾ, പിങ്ക് കുമ്പല്ല ഞാൻ പറയാം, കുമ്പുള്ള ആളുകൾ ഈ ബലൂണിന് തുണിയൊക്കെ കെട്ടിയമാതിരി കുമ്പന്റെ ഇവിടെ ഇങ്ങനെ തുണി എടുത്തു കഴിഞ്ഞാൽ 2 ചാട്ടങ്ങനെ നടന്നാൽ അവന്റെ തുണി താഴക്കവും പൊക്കുള്ള താഴക്ക് തുണി പോയി കഴിഞ്ഞാൽ പിന്നെ എത്ര കാരണിട്ട് അവനോട് വന്നിട്ടും കാര്യമില്ല, ത്വാഫ് സഹിയാവൂല, ദുആ ചിലപ്പോൾ സ്വീകരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, പുരുഷനും സ്ത്രീയും നിസ്കാരത്തിലുള്ള ഔറത്താണ് ഔറത്ത് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഷർത്തിലേക്ക് വരാം, ശുദ്ധി. അതായത് മുഴുവൻ ശുദ്ധികളും, ചെറിയ ശുദ്ധിയിൽ നിന്നും വലിയ ശുദ്ധിയിൽ നിന്നും സുരക്ഷിതനായിരിക്കുക, ഉളു ഉണ്ടായിരിക്കുക എന്നർത്ഥം. അപ്പോൾ നമ്മൾ 3 പറഞ്ഞു. നാലാമത്തേത്, ഹജറുൽ അസ്വദിൽ നിന്ന് തുടങ്ങുക ത്വാഫ്. അതിൽ പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കഅബത്തിലേക്ക് പോയാൽ ഇതിൽ കൂടെ ഇങ്ങനെ ഒരു പച്ച ലൈറ്റ് ഇങ്ങനെ ഉണ്ടാവും. ഈ ഹജറുൽ അസ്വദ്, അതായത് ത്വാഫ് തുടങ്ങേണ്ട സ്ഥാനം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ പച്ച ലൈറ്റ് ഇങ്ങനെ പോകുന്നുണ്ടാവും. നമ്മൾ അവിടെ ഇങ്ങനെ നിൽക്കും.
നമ്മുടെ സെന്റർ ഭാഗം അവിടെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ദുആ ചെയ്യും. ഹജറുൽ അസ്വദിനെ തൊട്ടുമുത്തൽ വളരെ സുന്നത്ത്, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ പറഞ്ഞ് തൊട്ടുമുത്തൽ വളരെ സുന്നത്തുള്ള കാര്യമാണ്. ഹജറുൽ അസ്വദിനെ തൊട്ടുമുത്തൽ സുന്നത്തുള്ള കാര്യമാണ്, ചുംബിക്കൽ സുന്നത്തുള്ള കാര്യമാണ്. പക്ഷേ റുക്നുൽ യമാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുംബിച്ചിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ടുമുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഹജറുൽ അസ്വദിന്റെ ഈ രേഖയിൽ നമ്മളിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു രേഖ നമുക്ക് മിസ്സായി, നമ്മളെ ബാക്കിലായി. അതായത് ഈ സെന്റർ ഭാഗത്ത്, ഈ രേഖന്റെ ഈ സെന്റർ ഭാഗത്ത് നമ്മൾ നിന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ രേഖ മിസ്സായി. നമ്മൾ അതിനെന്താ ചെയ്യുക? നമ്മുടെ വലത് ഭാഗം ഈ രേഖയോട് കറക്റ്റ് ഒപ്പിക്കുക. വലത് കൈയുടെ വലത് ഷോൾഡറിന്റെ ഭാഗം ഈ രേഖയോട് ഒപ്പിക്കുക. നേരെ തിരിച്ചു നിൽക്കുക. കറക്റ്റ് ഇതാ ഈ രേഖ ഇതിലൂടെയൊക്കെ പോവാ. നമ്മൾ ഇതിന് മുമ്പ് ഇങ്ങനെ തുടങ്ങും. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ നമ്മൾ ഇത് ഇവിടുന്ന് ഇങ്ങനെ തവാഫ് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ വന്നു. പിന്നെ ഷർത്തുകളല്ലേ, ഷർത്തുകൾ ഇതാ ഹജറുൽ അസ്വദിന് തുടങ്ങി. ഇനി അടുത്തത് പള്ളിക്കകത്താകുക, അതായത് മത്തോഫിനകത്താകുക. എന്തായാലും മത്തോഫിനകത്തേ ആകുള്ളൂ. തോഫല്ലേ, ആരും മദീനത്ത് ഒരു തോഫ ചെയ്യലല്ലോ. തോഫ് എന്തായാലും ആ ഷർത്ത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമില്ല. നമ്മൾ പഠിച്ചവനും സർക്കാരും പ്രൈവറ്റ് ഗ്രൂപ്പൊക്കെ അവിടെ കൊണ്ടുപോയിട്ടോണ്ട് തോഫ അതിൻ്റെ ഉള്ളിൽ നടക്കുള്ളൂ. പിന്നുള്ളത് എന്ത്? കഅബയുടെ പുറത്താവാതിരിക്കുക, കഅബയുടെ അകത്താകാതിരിക്കുക. നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇതാ ഹിജർ ഇസ്മായിൽ പ്രധാനപ്പെട്ട് പറയാനുള്ള കാരണം അതാണ്. ഹിജർ ഇസ്മായിലിന്റെ ഇവിടെ എത്തുമ്പോൾ നമ്മളൊക്കെ പാടത്ത് നടക്കുന്നവരായതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് തൊട്ടിങ്ങനെ പോകും. അടുത്ത് കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അല്ലാഹ് കഅബയാണല്ലോ ഒന്ന് തൊട്ടിട്ട് ഇങ്ങനെ പോകും. തൊട്ട് പോയി കഴിഞ്ഞാൽ തവാഫ് നഷ്ടപ്പെടും. കാരണം കഅബന്റെ അകത്തായി. അല്ലെങ്കിൽ നമ്മൾ ഇത് ഇവിടെ എത്തി, അപ്പൊ നമ്മളോട് ഉസ്താമാരെ വാഴ തട്ടിട്ട് ഇതിനുള്ളിൽ നിസ്കരിക്കല് ഭയങ്കര പ്രതിഫലമുള്ള കാര്യം. അതിനുള്ളിൽ കേടി കുറച്ചു നേരം തുറന്നിട്ട് ഇതിൽ കൂടെ ഇറങ്ങി, പ്രശ്നമൊന്നുമില്ല. ആ ചുറ്റും കണ്ട് കൂട്ടൂല, വേറൊരു ചുറ്റാണ് ചുറ്റിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇനി ഇൻഷാ അല്ലാഹ് ബിസ്മില്ല, ഇനി അടുത്ത ഷർത്തിലേക്ക് കടക്കാണ്. ലാസ്റ്റിന് മുന്നത്തെ ഷർത്ത്, ലാസ്റ്റ് ഷർത്ത് സംസം കുടിക്കില്ല. ഇനി സുന്നത്തുമൊക്കെ വരാം. പ്രധാനപ്പെട്ട സുന്നത്തുകൾ ശ്രദ്ധിക്കേണ്ടത് ഹജറുൽ അസ്വദിനെ തൊട്ട് മുത്താനും ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സ്വർണ്ണപ്പാത്തി അതേപോലെ തന്നെ ഖില്ല ഇതൊന്നും പിടിച്ച് നടക്കാതിരിക്കുക. ബാഗൊക്കെ എത്തുമ്പോൾ ഇതാ ഇവിടെ നിന്നൊക്കെ കിട്ടിയാൽ ആൾക്കാരെ ഇങ്ങനെ തൊട്ടിങ്ങനെ പോകും. അപ്പോൾ കഅബയുടെ ഉള്ളിലായി തോഫ നഷ്ടപ്പെട്ടു. വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ ഇങ്ങനെ പോകുമ്പോൾ സുന്നത്തുകൾ പ്രധാനപ്പെട്ട് പറയാനുള്ളത്, തൊവാഫിന്റെ നിസ്കരിക്കുക. സുന്നത്ത് നിസ്കാരം നമ്മൾ മൊത്തം തൊവാഫ് ചെയ്തു, ആ തൊവാഫ് നമുക്ക് അവസരം തന്നെ പടച്ചോനൊരു സുജൂദ് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ എന്തിനാ നമ്മൾ പോണത്? ഇതാ ഇബ്രാഹിം മക്കാമിന്റെ നേരെ ബാക്ക് ഇങ്ങനെ പോയിട്ട് ആ റിസപ്ഷന്റെ കൗണ്ടറിലൊക്കെ എത്തും. റിസപ്ഷന്റെ കൗണ്ടറിൽ ബാക്കിൽ പച്ചപ്പള്ളിന്റെ അവിടെ എത്തും. അത്രയും വിശാലതയാക്കണം, അത്രയും യുദ്ധത്തിന്റെ പ്രതീതിയാക്കണം. അപ്പൊ അവിടെ പോയിട്ടാണെങ്കിലും ഇബ്രാഹിം മക്കാമിന്റെ നേരെ രേഖ നിസ്കരിക്കുക. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതാ നോയിക്കോളി, ഈ തുണി ധരിക്കണേ ഇൽത്തിബാഴ്. പലരും ഒസാലിമാമിന്റെ കൗലിൽ കൂടെ പെട്ടെന്ന് ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും. വെറുതെ നമ്മൾ മലയാളത്തിൽ വേറെ കൗലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒസാലിമാം ഇതാ സിമ്പിളായിട്ട് പറഞ്ഞിരുന്നു. വലത് ഇതാ ഇബത്തിന്റെ ഇതിൽ കൂടെ ഇങ്ങനെ ഇടുക, തുണി വലത് ഇതാ. ശേഷം സഴിയുള്ള തവാഫില് ഇതാ ഹജ്ജിന്റെ ഉംറയുടെ തവാഫിൽ ഇൽത്തിബാഴ് ധരിക്കേണ്ട രീതി ഇതാ ഇങ്ങനെ അങ്ങോട്ട് ഇടുക. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഞാൻ അപ്പോൾ ഉദാഹരണത്തിന് ഇട്ടാലേ ഇത് കറക്റ്റ് വലിയ തുണി ഉണ്ടാവുക, ഇങ്ങനെ കിട്ടും. 2 ചുമലും മറക്കും. ശ്രദ്ധിക്കേണ്ടത് ഇത് തവാഫിൽ മാത്രമുള്ളതാണ്. ഇത് നിസ്കാരത്തിൽ, തവാഫായിട്ടുള്ള നിസ്കാരത്തിൽ, അതേപോലെ തന്നെ കഅബയിലേക്ക് കയറുമ്പോൾ ഇങ്ങനെ ഇട്ട് കയറേണ്ട ഒരു ആവശ്യമില്ല. ഇഹ്റാമിൽ ഇങ്ങനെ ഇടേണ്ട ആവശ്യമില്ല. നേരെ തിരിച്ചിട്ടിട്ട് 2 ഇത് മറച്ചാൽ മതി. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ശേഷം സഴിയുള്ള തവാഫിൽ റമലിന്റെ നടത്തം എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് ഫസ്റ്റത്തെ 3 റൗണ്ടിൽ റമലിന്റെ നടത്തം സുന്നത്താണ്. റമലിന്റെ നടത്തം എന്ന് പറഞ്ഞാൽ എന്താ? ചെലവിലാണ്ട് ഓടും, ചിലർ പറയും സ്ലോ മോഷൻ. അതിന്റെ ഇടയിൽ നമ്മൾ ജോഗിങ് എന്നൊക്കെ പറയില്ലേ, ഇതാ ഈ ഒരു ശൈലി, ഇതാ ഇത്ര മതി. ഇത് പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മളെ പാർട്ട്നേഴ്സൊക്കെ നമ്മളെ കൂട്ടി കൊണ്ടുപോവാണെങ്കിൽ ഓലും പിടിച്ച് ഓടിയിട്ട് ഓൾ തട്ടി മാറുകയാണെങ്കിൽ അത് നടത്തേണ്ട ആവശ്യമില്ല, സുന്നത്താണ്. വെറുതെ ത്വാഫിന്റെ ഷർത്തും ഫർളും കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ത്വാഫ് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചെറിയ സമയങ്ങൾക്കുള്ളിൽ പറഞ്ഞു ഒതുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.